നമസ്കാരം. STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചാഴൂരിൽ അമിത വേഗത്തിൽ വന്ന കാർ സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടയിൽ സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. തൃപ്രയാറിൽ ചുഴലിക്കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാതരം 2013 PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. ചാഴൂരിൽ അമിത വേഗത്തിൽ വന്ന കാർ സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടയിൽ സൈക്കിളിൽ ഇടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മറ്റൊരു സൈക്കിളിൽ സഞ്ചരിച്ചിരുന്ന അന്യസംസ്ഥാന തൊഴിലാളിക്ക് പരിക്കേറ്റു. ചാഴൂർ വടക്കേ ആലിന് സമീപം താമസിക്കുന്ന ചെമ്പകശ്ശേരി ഷാജുമോൻ മകൻ 12 വയസ്സുള്ള അനന്തുവാണ് മരിച്ചത്. ചാഴൂർ SNM ഹൈസ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് അനന്തു. രാവിലെ 11 മണിയോടെയാണ് അപകടം. പെരിങ്ങോട്ടുകര ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ സ്വകാര്യ ബസിനെ മറികടക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് സൈക്കിളിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി തെറിച്ചു വീണു. തുടർന്നാണ് അനന്തുവിനെ ഇടിച്ചു തെറിപ്പിച്ചത്. അനന്തു സഞ്ചരിച്ചിരുന്ന സൈക്കിൾ സമീപത്തെ കാനയിലേക്ക് തെറിച്ചു വീണു. പിന്നാലെ കാറും കാനയിലേക്ക് ചെരിഞ്ഞു. കാറിനടിയിൽപ്പെട്ട അനന്തുവിനെ 15 മിനിറ്റ് കഴിഞ്ഞാണ് പുറത്തെടുത്തത്. അനന്തു കാറിനടിയിൽപ്പെട്ട വിവരം ആരും അറിഞ്ഞിരുന്നില്ല. കുട്ടിയുടെ കാല് കണ്ട നാട്ടുകാരിൽ ഒരാളാണ് കാറിനടിയിൽ ഒരാൾ അകപ്പെട്ടതായി അറിയിച്ചത്. തുടർന്ന് JCB കൊണ്ടുവന്ന് അന്തിക്കാട് പോലീസും നാട്ടുകാരും ചേർന്ന് കാറ് മാറ്റിയാണ് അനന്തുവിനെ പുറത്തെടുത്തത്. ഇതിനിടെ തന്നെ മരണം സംഭവിച്ചിരുന്നു. പരിക്കേറ്റ അന്യസംസ്ഥാന തൊഴിലാളിയെ ആലപ്പാട് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിച്ചു. കാറിൽ 4 യുവാക്കളാണ് ഉണ്ടായിരുന്നത്. അപകടത്തിന് ശേഷം ഓടിപ്പോകാൻ ശ്രമിച്ച ഇവരിൽ 2 പേരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. 2 പേർ ഓടി രക്ഷപ്പെട്ടു. മുറ്റിച്ചൂർ സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. തൃപ്രയാറിൽ ചുഴലിക്കാറ്റിൽ മരം കടപുഴകി വീണ് വീട് തകർന്നു. തൃപ്രയാർ ക്ഷേത്രം മുൻ മേൽശാന്തി നഗർന്ന മനക്കിൽ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിന്റെ വീടാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 4ഓടെയായിരുന്നു സംഭവം. വീടിന്റെ പുറകിലുള്ള കൂറ്റൻ പൂളമരവും 3 കവുങ്ങുകളും കടപുഴകി വീടിന് മുകളിൽ വീഴുകയായിരുന്നു. വീടിന്റെ ഓടുമേഞ്ഞ മേൽക്കൂര പൂർണ്ണമായും തകർന്നു. വീടിന് പുറകിലെ അടുക്കളയും കലവറയും തകർന്നിട്ടുണ്ട്. വീട്ടുകാർ വീട്ടിലുണ്ടായിരുന്നെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2.5 ലക്ഷം രൂപയുടെ നഷ്ടം വന്നതായി കണക്കാക്കുന്നു. വീടിൻ്റെ മുകളിലേക്ക് കടപുഴകിക്കൊണ്ടിരിക്കുകയാണ്. ആൾക്കാർക്ക് അപകടം പറ്റിയില്ല. ഞങ്ങൾ തെക്കേ ഭാഗത്തായിരുന്നു, ടെറസ് വരയിലായിരുന്നു. മുകൾ ഭാഗവും വീടിൻ്റെ പിൻവശവും പൂർണ്ണമായും തകർന്ന നിലയിലാണ്. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, വില്ലേജ് അധികൃതർ എന്നിവർ സ്ഥലത്തെത്തി. ചുഴലിക്കാറ്റിൽ തൃപ്രയാർ പാലത്തിന് സമീപത്തെ ഇരുഭാഗങ്ങളിലായി മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. പാലത്തിന് പടിഞ്ഞാറ് അരികിലുള്ള കൂറ്റൻ മരം കടപുഴകി വൈദ്യുതി ലൈനിൽ വീഴുകയായിരുന്നു. കഴിമ്പ്രം VPM SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രതിഭാതരം 2013 PC ചാക്കോ MP ഉദ്ഘാടനം ചെയ്തു. വിദ്യയുടെ അഭാവം കൊണ്ടുള്ള അന്ധകാരത്തെ മാറ്റാൻ വിദ്യ കൊണ്ട് പ്രബുദ്ധരാകാൻ ഉപദേശിച്ച ഗുരുദേവന്റെ വചനങ്ങളാണ് ഈ വിദ്യാലയത്തിന്റെ പിറവിൽ ഉത്ഭവം എന്ന് നമ്മൾ ഓർമ്മിക്കണം. കേരള സമൂഹത്തിന് പ്രചോദനം നൽകിയ സാമൂഹ്യ പരിഷ്കർത്താക്കളെ ഒരുപാട് പ്രചോദിപ്പിച്ച നമ്മുടെ സമൂഹത്തിന്റെ സാമൂഹ്യ മാറ്റങ്ങളുടെ കൊടുങ്കാറ്റായി മാറിയ ഈ ഗുരുദേവ വചനങ്ങൾ ഇവിടെ ഒരു മൂർത്തമായ രൂപത്തിൽ നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. അതാണ് കഴിമ്പ്രം സ്കൂൾ. ഗുരുദേവൻ ചൂണ്ടിക്കാട്ടിയ ഗുരുദേവ പാദങ്ങൾ കൊണ്ട് പുണ്യമായൊരു ഭൂമിയാണ് ഇവിടെ. ഈ തൊട്ടടുത്തു നിന്ന് ഗുരുദേവൻ ചൂണ്ടിക്കാട്ടിയ ഒരു സ്ഥലത്താണ് ഈ സ്കൂൾ പണിതിരിക്കുന്നത്. അപ്പൊ 100 വർഷത്തിന് മുൻപ് ഒരു പക്ഷേ വിദ്യയാണ് ഈ സമൂഹത്തെ ഏറ്റവും ആവശ്യം. ഒരു സമൂഹത്തിന്റെ മാറ്റത്തിന്റെ ഏറ്റവും വലിയ ആവശ്യം വിദ്യയാണ് എന്ന് നമ്മോട് ഉപദേശിച്ച ഈ കഴിമ്പ്രത്തെ വിദ്യാലയം തന്റെ വിരൽ ചൂണ്ടി ഈ വിദ്യാലയത്തിന് ജന്മം നൽകിയ ഒരു മനീഷിയുടെ ഓർമ്മകൾക്ക് മുൻപിൽ നിന്നുകൊണ്ടാണ് ഈ വിദ്യാലയത്തിൽ ഓരോ പരിപാടി നടത്തുന്നത്. PTA പ്രസിഡന്റ് TP പ്രേംകുമാർ അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ദാസൻ റിസോഴ്സ് റൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ വിരമിച്ച അധ്യാപകരുടെ ഫോട്ടോ അനാച്ഛാദനം ചെയ്തു. പ്രിൻസിപ്പൽ VR രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് അംഗം മഞ്ജുള അരുണൻ, പ്രധാനാധ്യാപിക KR ജലജ, ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, VG സിന്ധു, PV സുദീപ് കുമാർ എന്നിവർ സംസാരിച്ചു.
ചന്ദ്രാപിന്നി അൽ ഇക്ബാൽ ആശുപത്രി ഉടമയ്ക്ക് നേരെ ആക്രമണം. ചാമക്കാല സ്വദേശി എടവഴിപ്പുറത്ത് അബ്ദുൽ ഖാദറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. ഇന്ന് ഉച്ചയ്ക്ക് ജുമാ നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയ അബ്ദുൽ ഖാദറിനെ തടഞ്ഞു നിർത്തി മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും കത്തികൊണ്ട് ആക്രമിക്കുകയും ചെയ്തെന്ന് പറയുന്നു. മുഖത്ത് പരിക്കേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കഴിഞ്ഞ ദിവസം അൽ ഇക്ബാൽ ആശുപത്രി അടച്ചുപൂട്ടുന്നതിനെ ചൊല്ലി ജീവനക്കാരും ഉടമയും തമ്മിൽ തർക്കമുണ്ടാവുകയും ജീവനക്കാരനായ പറൂപ്പനക്കൽ അബ്ദുള്ളയെ ഉടമ മർദ്ദിക്കുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആശുപത്രി ഉടമയെ മതിലകം പോലീസ് അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് അബ്ദുള്ളയുടെ മകൻ പറൂപ്പനക്കൽ നസീറിനെതിരെ മതിലകം പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവത്തിൽ മുസ്ലിം ലീഗ് എടത്തിരുത്തി പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. ചന്ദ്രാപിന്നിയിൽ ബൈക്കും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 3 പേർക്ക് പരിക്കേറ്റു. എറിയാട് സ്വദേശി വലിയ വീട്ടിൽ അബ്ദുൽ സലാം, ഭാര്യ സീനത്ത്, പേരമകൾ നസ്രിയ എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ 3 പീടിക ഗാർഡിയൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വൈകിട്ട് 4 മണിയോടെയായിരുന്നു അപകടം. എടത്തിരുത്തി പഞ്ചായത്തിലെ 15-ാം വാർഡിലെ മാലിന്യം നിറഞ്ഞു കിടക്കുന്ന തോട് BJP പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വൃത്തിയാക്കി. അറപ്പയോട് ചേരുന്ന ഈ തോട്ടിൽ മാലിന്യം നിറഞ്ഞ് വെള്ളം ഒഴുകിപ്പോകാൻ കഴിയാത്തത് മൂലം സമീപത്തെ പപ്പട കോളനിയിൽ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്നു. വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ പഞ്ചായത്ത് യാതൊരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് BJP പ്രവർത്തകർ ആരോപിക്കുന്നു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രാജേഷ് കോവിൽ, സെക്രട്ടറി മണികണ്ഠൻ, പ്രേംജിത്ത് കൊല്ലാറ, വിപിനൻ എന്നിവർ നേതൃത്വം നൽകി. പപ്പട കോളനി എന്ന് പറഞ്ഞ സ്ഥലമാണിത്. ഈ തോട് നമ്മുടെ അറപ്പുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു തോടാണിത്. പണ്ട് കാലത്ത് ഇവിടെ ചങ്ങാടം കുത്തി നടന്നതെന്നാണ് പറയുന്നത്. ആ തോടിന്റെ അവസ്ഥ ഇപ്പോൾ നമുക്ക് ഇവിടെ നോക്കി അറിയാം. ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലും തോറും, തെക്കേ ഭാഗത്തേക്ക് ചെല്ലും തോറും തോടിന്റെ വീതി കുറയുകയും സ്വകാര്യ വ്യക്തികൾ തോട് കയ്യേറിയിട്ട് സൈഡിൽ കാന കെട്ടുകയും തോടിന്റെ വീതി വളരെയധികം കുറച്ച് വെള്ളം പോകാനുള്ള സാഹചര്യം കുറയ്ക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ. അതുപോലെ തന്നെ ഇവിടെ ഈ തോട്ടിൽ കാണുന്ന പോസ്റ്റുകളെല്ലാം പണ്ട് കാലത്തെ മരത്തിന്റെ പോസ്റ്റുകളിലാണ് ഇവിടുത്തെ ലൈൻ കമ്പിയും കാര്യങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത്. ഇവിടെ 10-30ഓളം കുടുംബങ്ങളും അവിടെ ഈ കുടുംബങ്ങളിലെല്ലാം തന്നെ ചെറിയ ചെറിയ കുട്ടികളുള്ള ഈ സ്ഥലത്ത്. ഇനിയൊരു ഇടവേള.